ഒരു പാസ്റ്ററാണ്, പ്രിയ പാസ്റ്റർ. അത് മുഖാന്തരമാണ് ഞാൻ ഇന്നും ഈ ദൈവസന്നിധിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പ് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിലും ഇന്ന് വാഗമണ്ണ് പോകുവാൻ തക്കവണ്ണം 8 യുവജനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. അവരും ഒരുക്കമുള്ളവരായി ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും മറ്റുള്ള പ്രോഗ്രാമുകളിൽ എത്തുവാൻ തക്കവണ്ണം ആ 8 പേരും തയ്യാർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാസ്റ്ററിൻ്റെ ഒരു കഴിവ് തന്നെ എന്ന് വേണം പറയാൻ. കാരണം യുവജനങ്ങളായാലും മറ്റ് എല്ലാവരിലൂടെയും അവരെ നയിക്കുവാൻ തക്കവണ്ണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് അതിനുള്ള വഴി ഒരുക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്രകാരം ദൈവവചനങ്ങൾ പഠിച്ച് ഇനിയും ഭാവി തലമുറകളിൽ അവരിലൂടെയും നമുക്ക് ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം അവരെയും അവിടുന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് അല്പനേരം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 യോഹന്നാൻ്റെ സുവിശേഷം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവന്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിപ്പിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതുന്നതായ ആ ലേഖനത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിപ്പിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നതായ സാഹചര്യം പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതുന്നതെന്ന് നമ്മൾ കരുതും. എന്നാൽ ഇവിടെ ഈ വാക്യം നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിപ്പിച്ചിരിക്കയാൽ. അല്ലേ? കുഞ്ഞുങ്ങൾക്ക് പാപമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് പാപമില്ല, അല്ലേ? അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ മക്കൾ, അല്ലേ? അപ്പോസ്തലനായ യോഹന്നാൻ പുതിയതായി ഒരു വിശ്വാസി കടന്നു വരുമ്പോൾ അവരെ ചൊല്ലിയാണ് പറഞ്ഞത്, അല്ലേ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവായ യേശു മുഖാന്തരം നിങ്ങളുടെ പാപങ്ങളെ മോചിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവത്തിൻ്റെ അടുക്കലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ക്രിസ്തു യേശുവെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമതായി കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നതായ പുതിയ നിയമവിശ്വാസികൾ, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്നതായ ഒരു പുതിയ വിശ്വാസിയെയാണ് ആരോട്ട് ഉപമിച്ചിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ എന്ന അർത്ഥത്തിൽ യോഹന്നാൻ വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുന്നത്. ഇവിടെ ഈ വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അവിടെ 3 തലത്തിൽ അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നതായ വാക്യം നമുക്ക് കാണാം. ഒന്നാമതായി കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുകയാണ്, അതുപോലെ തന്നെ ബാല്യക്കാരെ എന്ന് വിളിക്കുകയാണ്, അതുപോലെ തന്നെ പിതാക്കന്മാരെ എന്ന് വിളിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഈ 3 ചിന്തകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ നിയമ വിശ്വാസി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ എപ്പോഴും എങ്ങനെയാണ്? അവനൊരു ശിശുവിന് തുല്യമാണെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. നമ്മൾ മുൻപിലൊരിക്കൽ വെള്ളിയാഴ്ച നമ്മൾ പ്രസംഗിച്ചതായ ഒരു വിഷയം ഇപ്രകാരമാണ്, അല്ലേ? അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞതായ കാര്യം, അല്ലേ? അവിടെ നിന്ന് പുതിയ നിയമ വിശ്വാസികളെ താൻ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? ഒരു അമ്മ എന്ന രീതിയിൽ, അല്ലേ? അമ്മ എന്ന രീതിയിലും അതുപോലെ തന്നെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു ആർദ്രതയുള്ളവരായി അവരെ അത്രയ്ക്കും സംരക്ഷണയോടുകൂടി അവരെ കെയർ ചെയ്തു വളർത്തുന്നതായി കാണുന്നു. അതുപോലെ തന്നെ രണ്ടാമത് ഒരു അപ്പൻ എന്ന പോലെ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതായ ഒരു അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഈ നിലകളിൽ നിന്നും അപ്പോസ്തലൻ അവിടെ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ശിക്ഷണത്തിൽ സ്വീകരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ ഇവിടെ കടന്നു വരുന്നതായ വ്യക്തികൾ വിശ്വാസത്തിൽ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയുള്ളവരാണ്, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ ശിശുക്കളാണ്. അപ്പോൾ ശിശുക്കളായിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ടതായ ഓരോ കാര്യങ്ങളും പടിപടിയായി അവർക്ക് ലഭിക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ അവരെങ്ങനെ വളർന്നു വരികയുള്ളൂ? അവർ ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന് നല്ല പ്രായപരിധിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ തലത്തിൽ അവർ വളരേണ്ടത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നതായ രീതിയിലാണ്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ
കർത്താവായ യേശുക്രിസ്തു അവിടെ എങ്ങനെയാണ് വളർന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യേശുവോ അവിടെ എന്താണ് പറയുന്നത്? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയാലും മുതിർന്നു വന്നു. അല്ലെ, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബാല്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് യേശു? ഒന്നാമത് ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും. അല്ലെ, അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് കർത്താവായ യേശുക്രിസ്തു വളർന്നു വന്നതെന്ന് നമുക്കറിയാം. അല്ലെ, ഒന്നാമതായി വളർന്നു വന്നത് എങ്ങനെയാണ്? ജ്ഞാനത്തിൽ വന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെ, കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദൈവാലയത്തിൽ തൻ്റെ അമ്മയപ്പന്മാരോടുകൂടി പോകുന്നതായ സാഹചര്യം നമുക്കറിയാം. 12ാമത്തെ വയസ്സിലാണ്. അല്ലെ, ഒരു യഹൂദ ബാലനെ കുറിച്ച് നാം നോക്കുമ്പോൾ അവൻ 12ാമത്തെ വയസ്സ് വരെ അവൻ എങ്ങനെയാണ്? കുഞ്ഞാണല്ലേ. അവൻ കുഞ്ഞു പ്രായത്തിലായിരിക്കുമ്പോൾ അവൻ എന്തൊക്കെ പാഠങ്ങൾ ചെയ്യണം? ഒരു യഹൂദ ബാലനെ കുറിച്ച് നോക്കുമ്പോൾ അവൻ ന്യായപ്രമാണ പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥിയും അവൻ പഠിച്ച് പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള ഒരു നിയമം അവർക്കുണ്ട്. അപ്രകാരം വചനത്തോടു കൂടി അവർ പഠിച്ചിരിക്കുന്നത് ഒരു പ്രായം. അവർ 12 വയസ്സ് മുതൽ ബാല്യകാലത്തിൽ അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിച്ച് അവർ അറിഞ്ഞിരിക്കണം. ആരാണ് ദൈവം എന്നതിനെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വയസ്സാണ് ബാല്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദൈവാലയത്തിലും കുഞ്ഞുകുട്ടികളുണ്ട്. അല്ലേ, അപ്പോൾ അവർക്ക് എന്താണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ടീച്ചിങ്? അവർക്ക് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലേ, എങ്ങനെയാണ്? ശാബത്ത് സ്കൂൾ, അല്ലേ, ചിൽഡ്രൻസിൻ്റെ ശാബത്ത് സ്കൂൾ ക്ലാസ് അവർ കൊടുക്കാറുണ്ട്. അവർക്ക് ആ പാഠങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കാര്യം അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിച്ച് അവർ ദൈവസന്നിധിയിൽ എങ്ങനെ വരണമെന്ന്. അല്ലേ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ അമ്മയപ്പന്മാരോട് പോയതുപോലെ അവൻ ജ്ഞാനത്തിലും കൃപയിലും, അല്ലെ, മനുഷ്യരുടെ ജ്ഞാനത്താലും വളർന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. നമുക്ക് അത് തന്നെ അതിൻ്റെ താഴോട്ട് ലൂക്കോസ് 2:40 വാക്യം ഒന്ന് വായിക്കാം. അവിടെ പറയുന്നത് എന്താണ്? പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. അല്ലെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇവിടെ 2ാമത് നോക്കുമ്പോൾ പൈതൽ വളർന്നു. എങ്ങനെയാണ് വളർന്നത്? ഒന്നാമതായി പൈതൽ വളർന്നു. അല്ലേ, വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അല്ലേ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനു ഈ ജ്ഞാനങ്ങളെല്ലാം എവിടെ നിന്ന് ലഭിച്ചു? പിതാവിങ്കിൽ നിന്ന് ലഭിച്ചു. അല്ലേ, കർത്താവായ യേശുക്രിസ്തുവിന് തന്നെ എന്നൊന്നാണ്, അവനാണ് ഈ വേദവാക്യങ്ങൾ. അല്ലേ, അവനാണ് വചനമാകുന്ന ദൈവം. അവന് ജ്ഞാനം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രായത്തിൽ നാം നോക്കി യെരുശലേം ദേവാലയത്തിൽ പോകുമ്പോൾ യേശുക്രിസ്തുവിന് എത്ര വയസ്സായിരുന്നു? 12 വയസ്സായിരുന്നു. അല്ലേ, പക്ഷേ ഈ 12 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയുള്ള പ്രായത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്? അവൻ ഒരു യൗവനക്കാരനായി വരികയാണ്. അല്ലേ, അപ്പോൾ ഈ പ്രായത്തിൽ കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ ചെന്നിരുന്നത് എന്തു കണ്ടു? അവൻ ന്യായശാസ്ത്രിമാരും പരീശന്മാരോടുകൂടിയും അവിടെ നിന്ന്, അല്ലേ, ദൈവവചനങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടു കൂടി നാം നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും അവരല്ലേ ബാല്യകാലത്തിലായിരിക്കുകയാണ്. അത് തന്നെ യോഹന്നാനും ഇവിടെ പറയുകയാണ്. അല്ലേ, കുഞ്ഞുങ്ങളെ, പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന കുഞ്ഞുങ്ങളായാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും നിങ്ങളും എങ്ങനെയുള്ളവരാണ്? ഇപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, ദൈവവചനം നിങ്ങൾ പഠിച്ചു വരുന്നവരാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതായ ആ വേദവാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അതെന്ത് ചെയ്യണം? അത് നിറച്ചു കൊള്ളണം. അല്ലേ, അത് സംഗ്രഹിച്ചു കൊള്ളണം. എങ്കിലേ നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അത് മറ്റുള്ളവരോട് പറയുവാനും, അല്ലേ, പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അല്ലേ, അപ്പോൾ ഇപ്പോഴും നിങ്ങൾ അത് പഠിച്ച് ദൈവത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് ദൈവിക ജ്ഞാനം നിറഞ്ഞവരായി നിൽക്കണമെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അല്ലേ, നമുക്ക് അടുത്ത 2ാമതായി നമുക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഞാൻ ശിശുവായിരുന്നപ്പോൾ, അല്ലേ, അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാണ്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ഞാൻ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. അടുത്ത് പുരുഷനായ ശേഷമോ, അടുത്തതായി, അല്ലേ, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. ശിശു ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? അമ്മയപ്പൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അത് ഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലേ, തിരിച്ചെന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? തിരിച്ചൊന്നും സംസാരിക്കാൻ കഴിയില്ല.
ഇവിടെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അവിടെ പറയുമ്പോൾ ശിശുവായിരുന്നപ്പോൾ ഗ്രഹിക്കേണ്ടതെല്ലാം ഞാൻ ഗ്രഹിച്ചു, പക്ഷേ പുരുഷനായി തീർന്നപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ശിശുവിനുള്ളതെല്ലാം ഞാൻ മാറ്റിവെച്ചു, അല്ലേ? ശിശുവിനുള്ളതെല്ലാം ഞാൻ മാറ്റിവെച്ചു. ഒരു പുരുഷനാകുമ്പോൾ എന്നിൽ ചില കർത്തവ്യങ്ങൾ നിറവേറേണ്ടതുണ്ട്, അല്ലേ? യൗവന പ്രായം എങ്ങനെയുള്ളതാണ്? അത് ദൈവത്തിന് വേണ്ടി പ്രയോജനകരമാകേണ്ടതാണ്. അവിടെ നമ്മൾ കൊച്ചിലെ പാസ്റ്റർ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെ വന്നിരിക്കണം? ഫ്രണ്ടിൽ വന്നിരിക്കണം. എന്തിനാണ് ഫ്രണ്ടിൽ വന്നിരിക്കേണ്ടതെന്ന് പറയുന്നത്? നിങ്ങൾ ഈ ഇവിടെ പറയുന്നതായ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. പാസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ട് പാസ്റ്ററിന്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയും, അല്ലേ? ഞാനും എങ്ങനെയായിരുന്നു എൻ്റെ ബാല്യത്തിൽ? ഞാനും കുഞ്ഞായിരുന്നപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നുകൊണ്ട് ആ വചനങ്ങൾ കേട്ടത് കൊണ്ടാണ് ഇന്ന് എവിടെ നിൽക്കുന്നത്? ഈ വിശുദ്ധ ആലയത്തിൽ, വിശുദ്ധ പാദപീഠത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു സമ്പ്രദായം, അല്ലേ? ആ ഒരു ജീവിത രീതിയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങളും എങ്ങനെയായിരിക്കണം? ബാല്യത്തിൽ നിങ്ങളും ദൈവവചനത്തോട് ഏറ്റവും പ്രിയമുള്ളവരായിരിക്കണം. ഈ ബാല്യം നമ്മൾ കടന്ന് വീണ്ടും അടുത്തു പോകുന്നത് ഏത് പ്രായത്തിലോട്ടാണ്? നാം യൗവനത്തിലേക്കാണ്, അല്ലേ? യൗവനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രായമാണ് യൗവനം എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ നാം വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷം തന്നെ അതിൻ്റെ താഴോട്ട് വായിക്കാം. പിതാക്കന്മാരെ, 12 താഴോട്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ഇവിടെ രണ്ടാമതായി പറയുന്നത് എന്താണ്? ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ നിങ്ങൾക്ക് ഇത് എഴുതുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ദുഷ്ടന്മാരെ അവർ ജയിച്ചിരിക്കുകയാൽ രണ്ടാമതായി വന്നത് ആരാണ്? ബാല്യക്കാരാണ്, അല്ലേ? ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാൽ. ദുഷ്ടനെ എങ്ങനെയാണ് ബാല്യക്കാര് ജയിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ജയിച്ചിരിക്കുന്നത് ദുഷ്ടനെ? നമുക്കതിൻ്റെ 14 വാക്യം ഒന്ന് വായിക്കാം. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും നിങ്ങൾ എങ്ങനെയാണ് ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും, അല്ലെ? അപ്പോൾ ബാല്യക്കാരോട് പറയുന്നതായ ഒരു കാര്യമാണ്, നിങ്ങൾ ശക്തരായത് എങ്ങനെയാണ്? ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നതിനായും, അല്ലെ? അപ്പോൾ നമ്മുടെ യൗവനക്കാരിൽ വസിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് എന്തോന്നാണ്? ദൈവത്തിന്റെ വചനമാണ്, അല്ലെ? അപ്പോൾ അവരുടെ ബാല്യകാലത്തിൽ അവർ എവിടെയായിരുന്നു? ദൈവത്തിന്റെ ആലയത്തിൽ ദൈവവചനം പഠിക്കുകയായിരുന്നു. അപ്പോൾ ദൈവവചനം പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ മുന്നേറുമ്പോൾ അവരുടെ യൗവന പ്രായത്തിൽ അവർക്ക് ശത്രുവിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള ശക്തി കിട്ടുന്നത് എവിടെ നിന്നാണ്? നാം വായിച്ചു കേട്ടത്, ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനാലാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവവചനത്തിനായി നാം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ബാല്യത്തിൽ നാം ദൈവവചനം കേട്ട് നാം ഒരുക്കി നമ്മുടെ യൗവനത്തിൽ നാം നടന്നു കഴിഞ്ഞാൽ, നമുക്ക് ദുഷ്ടനെ ജയിക്കുവാൻ തക്കവണ്ണം, ദുഷ്ടന്റെ മോഹങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് എന്ത് നൽകും? ദൈവത്തിന്റെ ശക്തി ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഒന്നുകൂടെ വായിക്കാം. അവനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അടുത്തതായി ലോകത്തെയും അവിടെ പറയുകയാണ്. എന്തോന്നാണ് പറയുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, അല്ലെ? ഇവിടെ ദൈവം എന്താണ് പറയുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഇന്ന് നമ്മുടെ യൗവനക്കാർക്ക് ഏറ്റവും കൂടുതലും ഉള്ളത് എന്താണ്? ലോകമോഹത്തിൽ അകപ്പെടുന്നതായ ഒരു ജീവിത രീതിയാണ്, അല്ലെ? ഇന്ന് യൗവനക്കാരെ നോക്കുമ്പോൾ ഏറ്റവും വില കൂടിയ ബൈക്ക് ചീറിപ്പാഞ്ഞു പോകുന്നതായ മറ്റൊരുവനെ കണ്ടു കഴിഞ്ഞാൽ അവരും ആഗ്രഹിക്കുകയാണ്. എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്കും നാളെ ഇതുപോലെ ചീറിപ്പാഞ്ഞു പോകണമെന്ന് അവരുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാകും. എന്നാൽ ഈ ചീറിപ്പാഞ്ഞു പോകുന്നവരുടെ ആ ജീവിത രീതി നാം നോക്കുമ്പോൾ പലരും എന്തു ചെയ്യുന്നു? അവർ വഴിയിൽ തന്നെ അസ്തമിച്ചു പോകുന്നതായി, അവരുടെ
യൗവനം എങ്ങനെയാണ് മറ്റുള്ളവർ തുച്ഛീകരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ യൗവനം ആരും തുച്ഛീകരിക്കരുതെന്ന്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെ മറ്റുള്ളവൻ തുച്ഛീകരിക്കരുത് ഒരിക്കലും. അവൻ ദൈവത്തിന് പ്രസാദമുള്ളവനായി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ബാല്യകാലത്തിൽ നാം പഠിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നാം പഠിച്ചു നാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മെ നശിപ്പിക്കുന്നതായ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും, അല്ലെ, ലോകം എന്ത് ചെയ്യും? ലോകത്തെയും അതിലുള്ള മോഹത്തിൽ നിന്നും നീ എന്ത് ചെയ്യണം? നീ നിന്നെ തന്നെ സംരക്ഷിക്കണം എന്ന് പറയുന്നു. ഈ ലോകം എന്ന് പറയുമ്പോൾ ലോകത്തിലല്ലേ പല പല രാജ്യങ്ങളും അല്ലെ എന്ത് ചെയ്തു? രാജ്യം നിലനിൽക്കുമെന്ന് പറഞ്ഞു. ബാബിലോണിയ സംസ്കാരമൊക്കെ നാം നോക്കുമ്പോൾ നെബൂഖദ്നേസറും അല്ലെ അവരെല്ലാം എന്ത് ചെയ്തു? പല അരമനകളും കെട്ടിപ്പണിതു. എൻ്റെ രാജ്യം നിലനിൽക്കുമെന്ന് അവരെന്ത് ചെയ്തു? രാജ്യങ്ങളുടെ മുമ്പിൽ അവർ നിന്നു. കൽദയയുടെ രാജ്യം എന്ന് പറയുമ്പോൾ അല്ലേ പല പല സംസ്കാരങ്ങളും നിന്നു. എന്നാൽ ഈ രാജ്യമെല്ലാം നശിച്ചു പോയി. ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോയതാ നമുക്ക് കാണുന്നു. ദൈവം അതാണ് പറയുന്നത്. എന്ത് പറയുന്നു? നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതെയും നിങ്ങൾ ഒരിക്കലും മോഹിക്കരുത്. ലോകം അതെന്ത് ചെയ്യും? അത് നശിച്ചു പോകും. ദൈവത്തിന് ഒരു നിമിഷം മതി ലോകത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം. പക്ഷേ ദൈവം എന്തു പറയുന്നു? ദൈവം തൻ്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരുവിൻ. നിങ്ങൾ ആരിലേക്ക് മടങ്ങി വരുവിൻ? നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവിൻ എന്ന് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ യൗവനക്കാരെ ദൈവം എന്ത് ചെയ്യുകയാണ്? നിങ്ങളെ വിളിക്കുകയാണ്. ബാല്യം മുതലേ നിങ്ങളെ വിളിക്കുന്നതായ ഒരു ദൈവമാണ്, അല്ലേ? നമുക്ക് മൂന്നാമതായി നാം നോക്കുമ്പോൾ അവിടെ പറയുകയാണ് പിതാക്കന്മാരെ. എന്താണ് ഈ പിതാക്കന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്? ദൈവത്തിൻ്റെ ആലയത്തിൽ ബാല്യം മുതലേ ഇരുന്ന് ദൈവവചനം പഠിച്ചു, അല്ലെ, യൗവനകാലത്തിൽ തൻ്റെ സൃഷ്ടാവിനെ ഓർത്ത് ജീവിച്ചുകൊണ്ട് തൻ്റെ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ്? വചനത്തിൽ പരിജ്ഞാനമുള്ളവർ. അവരുടെ ജീവിതങ്ങളെല്ലാം മറ്റ് ലൗകിക ജീവിതങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വരവിനായി, ദൈവത്തിൻ്റെ പ്രത്യാശയ്ക്കായി അവരുടെ ജീവൻ തന്നെ കൊടുത്തുകൊണ്ട് കാത്തിരിക്കുന്നവരെയാണ് അവിടെ പറയുന്നത് പിതാക്കന്മാരെ, അല്ലേ? യോഹന്നാൻ അങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പിതാക്കന്മാരെ എന്ന് ദൈവം വിളിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏത് അവസ്ഥയിലാണ് തുടരുന്നത്? നമ്മളെങ്ങനെ ബാല്യത്തിലാണോ? നമ്മൾ ആര് യൗവനക്കാരാണോ? നാം പിതാക്കന്മാരാണോ? പിന്നെയും ഒരു വാക്ക് ഇവിടെ പറയുന്നുകൊണ്ട്, അല്ലേ, ഇവിടെ അതിൻ്റെ 13 അവസാനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ വീണ്ടും കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുകയാണ്. ആദ്യം ഒരിക്കൽ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അതിസംബോധന ചെയ്തു അപ്പോസ്തലൻ. രണ്ടാമത് ബാല്യക്കാരെ എന്ന് വിളിച്ച് അതിസംബോധന ചെയ്തു ദൈവം യോഹന്നാൻ. മൂന്നാമതായി വീണ്ടും പറയുകയാണ് കുഞ്ഞുങ്ങളെ എന്ന് പറയുകയാണ്. ഇവിടെ ഈ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് ആ പദം നാം നോക്കുമ്പോൾ അവിടെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയിൽ തന്നെ അവർ തുടരുന്നവരാണെന്നാണ് പറയുന്നത്. അവർ ദൈവവചനം കേട്ടിട്ട് അവർ അനുസരിക്കാതെ വീണ്ടും കുഞ്ഞെന്നുള്ളൊരവസ്ഥയിൽ തന്നെ ദൈവവചനത്തോടു കൂടി അവർ അവരുടെ ജീവിത മാറ്റങ്ങൾ വരുത്താതെ അവരുടെ പഴയ ജീവിതത്തിൽ തന്നെ അവർ കുഞ്ഞെന്ന അവസ്ഥയിലാണ് തുടരുന്നത്, അല്ലേ? അപ്പോൾ ബാല്യകാലത്തിൽ കേട്ടതെല്ലാം, അല്ലേ, അവർ ഏതു പ്രാവശ്യം കേട്ടാൽ തന്നെയും അവരുടെ ജീവിതത്തിൽ അവരൊരു മാറ്റമില്ലാതെ വരികയാണ്. നമുക്ക് പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെങ്ങനെയാണ്? അവർ ദൈവത്തിനായി പ്രത്യാശ വയ്ക്കുന്നവരാണ്, അല്ലേ? നല്ല കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ ആ ലൗകിക സുഖങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രത്യാശയുണ്ട്. ആരിലാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത്? അവർ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഫിലിപ്പിയർ നമ്മുടെ പൗരത്വമോ, അവിടെ പറയുകയാണ് എന്താണ്? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അല്ലെ? അപ്പോൾ ഈ ഭൂമിയിലെ പൗരത്വം ഇതെല്ലാം എന്ത് ചെയ്യും? നശിച്ചു മൺമറഞ്ഞു പോകും. പക്ഷേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ദൈവത്തിൽ ബലപ്പെട്ടു വരുമ്പോൾ അവന്റെ പ്രത്യാശ എങ്ങോട്ടായിരിക്കും? ഇവിടെ പറഞ്ഞതായ ആ വാക്യം ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലായി. നമ്മുടെ പൗരത്വം എവിടെയായിരിക്കണം? അത് സ്വർഗത്തിലായിരിക്കണം. നമ്മുടെ നിക്ഷേപമോ അത് സ്വർഗത്തിലായിരിക്കണം, അല്ലെ? ഇവിടെ നാം ഈ ഭൂമിയിൽ നാം പലതും സമ്പാദിച്ചു പോയാലും, അല്ലെ, ഒരു നിമിഷം മതി ദൈവത്തിനത് നീക്കിക്കളയുവാൻ. അപ്പോൾ നമ്മുടെ ആത്മീയമായ ജീവിതത്തിലും നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വിശുദ്ധ ശബദുകളിൽ നിന്നും നാം മാറിപ്പോകുന്നവരാണ്. ഇവിടെ ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നാം പരിശോധിക്കുമ്പോൾ ആദ്യം മുതൽ കേട്ടതായ ആ ദൈവത്തിൻ്റെ വചനമാണ്.
നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന എഴുതുന്നതെന്ന് പറയുക. എന്നാലും ആ കൽപ്പന ഏതാണ്? പിതാവായ ദൈവത്തിങ്കിൽ നിന്നും ലഭിച്ചതായ ആ കൽപ്പനയാണ്. അല്ലേ? നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നാം മനസ്സിലാക്കേണ്ടത് യഹോവയായ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്നതായ മനുഷ്യന് നൽകിയിരിക്കുന്നതാണ്. ഇന്നലെ രാത്രിയിൽ നാം ചിന്തിച്ചു. എന്താണ് നാം ചിന്തിച്ചത്? ഉസിയ രാജാവ് മരിച്ച ആണ്ടിലല്ലേ യഹോവ ഇരിക്കുന്നതായ ആ മഹത്വം, അവൻ ഉന്നതങ്ങളിൽ ഇരിക്കുന്നതായ ദൈവം, അവൻ മഹോന്നതത്തിൽ ഇരിക്കുന്നതായ ദൈവം, ദൈവത്തെ അവിടെ ആരാധിക്കുന്നതായ രീതി. സാറാബുകൾ, കെരൂബുകൾ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ അലക്ഷ്യമായി ആരാണ് അവിടെ ദൈവത്തിന് ധൂപാർപ്പണം ചെയ്യുവാൻ തക്കവണ്ണം ആര് വന്നു? ഉസിയ രാജാവ് വന്നു. അവൻ ആ ഒരു പുരോഹിതൻ ചെയ്യേണ്ടതായ ശുശ്രൂഷയിൽ അവൻ കയറി നിന്നുകൊണ്ട് അവൻ ധൂപാർപ്പണം ചെയ്യുവാൻ വന്നപ്പോൾ അവൻ്റെ മുഖത്ത് ആ കുഷ്ഠം വന്നു. അവൻ എന്തു ചെയ്തു? അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം വന്നു. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കാണും. അവൻ്റെ ജീവിത അവസാനം വരെയും അവൻ കുഷ്ഠരോഗിയായി മരിച്ചു. നമ്മുടെ ജീവിതത്തിലും നാം നോക്കുക, നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഈ വിശുദ്ധ ശബത്തിൽ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യോഹന്നാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ഏത് രീതിയിലാണ് പോകുന്നത്? നാം യൗവനക്കാരനാണോ? നാം ശിശുവാണോ? നാം പിതാക്കന്മാരാണോ? നാം ചിന്തിക്കുക. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇത് സ്വർഗീയമായ ആരാധനയുടെ ഒരു ദൃശ്യമാണ്. ഇവിടെ സാറാബുകളും കെരൂബുകളും ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ആ വിശുദ്ധ പാദപീഠത്തിൽ നിന്നും നാം ആരാധിക്കുമ്പോൾ ദൈവദാസൻ, ദൈവ പുരോഹിതൻ അവിടെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവജനങ്ങൾ നമ്മുടെ പാപങ്ങളെ, ഓരോരുത്തരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കണം? നമ്മൾ ഓരോരുത്തരും തന്നെ പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദൈവമേ, ഞാൻ ഇന്ന് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്? ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത്? ഞാൻ പാപം ചെയ്തിട്ടാണോ? എന്നെ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്കാണോ? നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് ലഭിക്കുന്നതായ ഒരു സന്ദർഭം ആ വിശുദ്ധ ശബദാണ്. ആ ശബദിൽ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മൾ ആരെപ്പോലെ വളരും? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ യൗവനത്തിൽ, കുഞ്ഞുനാളിൽ ഇരുന്നത് പോലെ, അവൻ കൃപയും സമാധാനമുള്ള വളർന്നതുപോലെ നമ്മുടെ യൗവനക്കാരും അപ്രകാരമായിരിക്കണം. നിങ്ങളുടെ വളർച്ച, ഓരോ വളർച്ചയും ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ബാല്യത്തിൽ നിങ്ങൾക്ക് നേരിടുവാൻ തക്കവണ്ണം ഇവിടെ വായിച്ചു കേട്ടതുപോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലാകും. ആ വചനം കൊണ്ട് നിങ്ങൾക്ക് ലോകത്തെ ജയിക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ ലോകത്തിലുള്ള സർവ്വതും നശിച്ചു പോകും, എങ്കിലും സ്വർഗീയമായ ഒരു നിക്ഷേപം നിങ്ങളിൽ ഉണ്ടാകുക. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അതിമനോഹരമായ ഒരു ദൂത പ്രിയദാസനിലൂടെ കേൾക്കുവാൻ ഇടം നൽകി. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് എത്രമാത്രം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ബാല്യം, യൗവനം, വാർദ്ധക്യകരമായിരിക്കുന്നതായ ഓരോ വ്യക്തികൾക്കും അവിടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം എന്നുള്ളതായ വചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് ദൈവവചനങ്ങൾ ശ്രവിക്കുവാൻ കഴിഞ്ഞത്. വചനം നൽകിയതായ പ്രിയദാസനെ ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ